24 ബിഗ് എക്സ്ക്ലൂസീവ് ന്യൂസ്. തൃശൂരിൽ വല വിരിച്ച് അവയവ കടത്ത് സംഘം. കരൾ നൽകാൻ പണം വാഗ്ദാനം ചെയ്ത ഇടനിലക്കാരൻ വീണ്ടും യുവതിയെ ബന്ധപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇടപാട് നടത്താമെന്ന് കൊടുങ്ങല്ലൂർ സ്വദേശി ഇടനിലക്കാരന്റെ ഉറപ്പ് ശബ്ദരേഖയിൽ. എന്തായി അവര് വിളിക്കുന്നൊന്നും വിളിച്ചൊന്നുമില്ലോ. ആവേശം തുറന്നു പോയാ ഇല്ല, അവര് വിളിച്ചില്ല. ഇപ്പോഴാണെങ്കിലേ 2-3 പേഷ്യന്റ് ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് നടക്കും. അവരൊക്കെ ആണെങ്കിൽ നീ ഒന്ന് വിളിച്ചിട്ട് വേണേ വിളിക്കാൻ പറയും. നോക്കണേ നോക്കാം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN ഈ അവയവ കടത്തു സംഘം അല്ലെങ്കിൽ അവയവ മാഫിയ തൃശ്ശൂരിൽ വലവിരിക്കുക തന്നെയാണ്. നമ്മൾ ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ചാണ് ഇയാളെ ബന്ധപ്പെട്ടിരുന്നത്, ഇയാളോട് സംസാരിച്ചിരുന്നത്. ആ പെൺകുട്ടിയെ വീണ്ടും ഇയാൾ തിരിച്ച് ബന്ധപ്പെടുകയാണ്. ഈ വാർത്തയെല്ലാം വന്നതിന് ശേഷവും ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. വീണ്ടും ബന്ധപ്പെടുകയാണ്. ഇയാൾ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അത്തരത്തിൽ ഇത് വലിയ വാർത്തകളൊക്കെ സംഭവിച്ചതും ഒരു ഭാഗത്ത് ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നതും ഒന്നും തന്നെ ഇയാളോ അല്ലെങ്കിൽ ഇയാളുടെ സംഘമോ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്ക് കാര്യമില്ല എന്നാണ് ഇയാളുടെ ശബ്ദരേഖയിൽ നിന്ന് വെളിവാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ പെൺകുട്ടിയെ വീണ്ടും ഈ ഇടനിലക്കാരൻ ബന്ധപ്പെടുന്നത്. 10 ലക്ഷം രൂപയാണ് കരൾ കൊടുത്താൽ വില എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 പേഷ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നടത്താം, മറ്റ് റിസ്കുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. മറ്റൊരു പെൺകുട്ടി വിളിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ അവയവ കടത്തുകാരൻ ബന്ധപ്പെടുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും പുറത്തുവിടാനുണ്ട്. അവയവ കടത്ത് സംഘം തൃശ്ശൂരിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല മേഖലയിലും വിഹരിക്കുകയാണ്. 15 ലക്ഷം രൂപ വരെ കിഡ്നിക്ക് നൽകാമെന്ന് പറയുന്ന അവയവക്കടത്ത് സംഘം 10 ലക്ഷം രൂപ വരെ കരളിന് നൽകാമെന്നും പറയുന്നുണ്ട്. ഇത് കൂടാതെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വലിയ റിസ്ക്കാണ്, പക്ഷേ കരൾ മാറ്റം വലിയ പ്രശ്നമില്ല. കേവലം 3 മാസത്തെ റെസ്റ്റ് മാത്രം മതി. അതിനുശേഷം മറ്റ് ജോലികൾക്കൊക്കെ പോയി തുടങ്ങാമെന്ന് പറഞ്ഞാണ് പ്രലോഭനമുള്ളത്. അവയവക്കടത്ത് എന്നത് ഒരു ഘട്ടത്തിലും നീതീകരിക്കാൻ കഴിയില്ല. അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കണം, പക്ഷേ അത് ഇത്തരത്തിൽ മാംസവിപണി പോലെ കച്ചവടമായി മാറരുത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ ഒരു അന്വേഷണം ഈ ഭാഗത്തേക്ക് ഉണ്ടാകണമെന്നാണ് നമ്മളെ കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.